തീർച്ചയായും അഞ്ജന, ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചില കാര്യങ്ങളിൽ, അതായത് പല ആവശ്യങ്ങൾ അവിടെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേക്ക് ഫെൻസിങ്ങിൻ്റെ ജോലികൾ അവിടെ ആരംഭിക്കണം. അതോടൊപ്പം കുടുംബത്തിന് നൽകാൻ പോകുന്ന സഹായത്തിൻ്റെ കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പ് വേണം. അതൊക്കെ നയപരമായ കാര്യങ്ങളാണ്. താൻ അതിൽ സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ജില്ലാ കളക്ടർ പറഞ്ഞെങ്കിലും ആ വാക്കുകളിലൊന്നും അവിടെ നാട്ടുകാരുടെ രോഷമടക്കാനായില്ല. അതുകൊണ്ടുകൂടിയാണ് മൃതദേഹം അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത്. പക്ഷേ അതും നടന്നിട്ടില്ല. അങ്ങനെ മാറ്റാൻ കഴിയാത്ത രീതിയിൽ പോലീസിനും അത് ഉപേക്ഷിക്കേണ്ടി വരും. അത്രമേൽ വലിയ ജനക്കൂട്ടമാണ്, പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അഞ്ജന, അതായത് ഏകദേശം 6 മണിക്കൂറിലധികമായി നമ്മൾ ഈ പ്രതിഷേധം കാണുന്നു. ഒരു സ്ഥലത്തിലും ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല. ആളുകൾ കൂടി വരികയാണ് ഈ പ്രതിഷേധത്തിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര പോലീസ് സന്നാഹം വന്നാലും ബലം പ്രയോഗിച്ച് അവരെ അവിടെ നിന്ന് നീക്കുക എന്നുള്ളത് അസാധ്യവുമാണ്. സ്വാഭാവികമായും ഇതിലിപ്പോൾ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ജില്ലാ കളക്ടർക്കും MLA-ക്കും പോലും ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും സായികുമാർ, കളക്ടറെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. നാട്ടുകാരാണെങ്കിലും കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാർ എത്തിയാൽ പോലും ഈ ഒരു പ്രതിഷേധം അടക്കുക, അല്ലെങ്കിൽ ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം ശ്രമകരമായിരിക്കും. ഇപ്പോഴും ഈ രാത്രിയിലും ഈ നാട്ടുകാർ അടക്കം അവിടെ കൂടി പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ കടുപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം. കാരണം ഇവർ ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു നടപടി എടുത്തില്ല എന്നതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മാസങ്ങൾക്ക് മുൻപേ തന്നെ, ഇതിനു മുൻപ് ഒരു മരണം നടന്നപ്പോൾ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ കളക്ടറെ അറിയിച്ചതാണ്. തെരുവുവിളക്കുകളുടെ സാന്നിധ്യം ഈ പ്രശ്ന മേഖലയിൽ വേണം, ഫെൻസിംഗ് വർക്ക് വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പലവട്ടം പറഞ്ഞിട്ടും തങ്ങളുടെ അപേക്ഷയ്ക്ക് ഒരു മറുപടി തരാനുള്ള മനസ്സുപോലും കളക്ടർ കാണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കളക്ടർ പറയാനായി അവരെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും തന്നെ അനുവദിക്കാതെ ഈ രാത്രിയിലും ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ആളുകൾ കൂടി വരുന്നതല്ലാതെ ഈ പ്രതിഷേധത്തിന് ഒരു അവസാനം ഉണ്ടാവുന്നില്ല. ഈ രാത്രിയിലും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസ് സന്നാഹങ്ങളും സംഭവ സ്ഥലത്തേക്ക് എത്തും. കൂടാതെ മൂന്നാർ DFO അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ നടന്നത് വളരെയധികം ദുഃഖകരമായ സംഭവമാണെന്നും നാട്ടുകാരുടെ വികാരം ഉൾക്കൊള്ളുന്നുവെന്നും നാട്ടുകാരോടൊപ്പമാണ് താനെന്നും എല്ലാം കളക്ടർ പറയുന്നുണ്ടെങ്കിലും ഇതിലൊന്നും നാട്ടുകാർ തൃപ്തരാവുന്നില്ല. അവരുടെ പ്രതിഷേധം ഈ രാത്രിയിലും കളക്ടറോടും മറ്റ് അധികൃതരോടും എല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുരക്ഷാ വേദിയുടെ ഒരു അസാന്നിധ്യമുണ്ട്. ഈ സുരക്ഷാ വേദിയുടെ അസാന്നിധ്യത്തെ കുറിച്ചും എന്തുകൊണ്ടാണ് ഈ നിർമ്മാണം ഇതുവരെയും പൂർത്തിയാക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും എൽദോസിനെ പോലെ മറ്റുള്ളവരുടെ ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നതാണ് അവർ പ്രധാനമായും പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇന്ദിര എന്നൊരു സ്ത്രീയും ഇതേ സ്ഥലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ എൽദോസ് ആണ്. എൽദോസ് എന്ന് പറയുന്നത് പ്രായമായ ഒരു അച്ഛന്റെയും അമ്മയുടെയും ഏക മകനാണ്. ആ കുടുംബത്തിന്റെ ആശ്രയമാണ്. ആ അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും ആ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ വന്ന് പറയുമ്പോഴാണ് ഈ മരണ വാർത്ത അവർ അറിയുന്നത് പോലും. അല്ലെങ്കിൽ ഈ വാർത്ത പോലും അവർ അറിയില്ലായിരുന്നു. അത്രയേറെ പ്രായമായേറിയ അച്ഛനും അമ്മയുമാണ്. ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇനിയും അങ്ങനെയുള്ള മരണങ്ങൾ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. അതിനായി അധികൃതർ കൺതുറക്കേണ്ടിയിരിക്കുന്നു. അവർ മതിയായ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും തെരുവുവിളക്കുകളുടെ സാന്നിധ്യമാണെങ്കിലും ഫെൻസിംഗ് വർക്കാണെങ്കിലും നേരത്തെ ഇതിനു മുൻപുള്ള മരണങ്ങൾ സംഭവിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വാൾ ഫെൻസിംഗ് അടക്കം സംഭവ സ്ഥലത്ത് നടത്തും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്ന മേഖലകളിലെല്ലാം തന്നെ പൂർണ്ണമായും ഫെൻസിംഗ് വർക്ക് നടത്തി സുരക്ഷ ഉറപ്പാക്കുമെന്നാണ്. എന്നാൽ ഇതിനുള്ള പണം അനുവദിച്ചിരുന്നു, ഫണ്ട് അനുവദിച്ചതാണ് എന്ന് കളക്ടർ പറയുന്നു. പക്ഷേ ഈ പ്രവർത്തനം ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല. ഈ ഫെൻസിംഗ് വർക്കിന്റെ പൂർണ്ണമായും ഈ ഫെൻസിംഗ് വർക്ക് ആ പ്രദേശത്ത് നടന്നിട്ടില്ല. കുറച്ച് സ്ഥലത്ത് മാത്രം ഫെൻസിംഗ് വർക്ക് നടക്കുകയും അതെല്ലാം തന്നെ കാട് പിടിച്ചിരിക്കുകയുമാണ്. എന്നാൽ മറ്റു മേഖലകളിലെല്ലാം തന്നെ തുറന്നു തന്നെ കിടക്കുകയാണ്. അതായത് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനയ്ക്ക് അടക്കം വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ, ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവിടെയുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ എൽദോസ് നടന്നുപോയ റോഡ് എന്ന് പറയുന്നത് ഇവർ എല്ലാം, ഈ പ്രദേശവാസികളെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡാണ്.
ബസ് ഇറങ്ങി അവർ സ്ഥിരമായി നടക്കുന്ന റോഡാണ്. ഈ ജനവാസ മേഖലയിലേക്കാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഭീഷണി ഉയർത്തിയിരിക്കുന്നു. ഈ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ഇങ്ങനെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഫോറസ്റ്റ് അധികൃതരാണെങ്കിലും കളക്ടറാണെങ്കിലും നടപടി എടുക്കാത്തത്? ഇനിയും എൽദോസിനെ പോലുള്ളവർ മരണപ്പെട്ടാൽ മാത്രമേ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുകയുള്ളൂ എന്നതടക്കമാണ് ഈ രാത്രിയിൽ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. സംഭവ സ്ഥലത്ത് നിന്നും കളക്ടറെ അവർ പോകാൻ അനുവദിക്കുന്നില്ല. കളക്ടർ ഈ രാത്രിയിൽ സംഭവ സ്ഥലത്ത് എത്തണമെന്നത് പ്രതിഷേധക്കാരുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യത്തെ തുടർന്നാണ് സംഭവ സ്ഥലത്ത് ഇപ്പോൾ കളക്ടർ എത്തിയിരിക്കുന്നത്. കളക്ടർ എത്തിയെങ്കിലും കളക്ടറുടെ ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ കളക്ടർക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാൻ നാട്ടുകാർ തയ്യാറാകുന്നില്ല. കളക്ടർക്ക് നേരെ ജനരോക്ഷം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സായികുമാർ.